അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരിയാൽ ചിക്കനാണ്. അത് പുതിയൊരു വെറൈറ്റി സാധനം, നല്ല ടേസ്റ്റാണ് കേട്ടോ സാധനം, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഫസ്റ്റ് ടൈമാണ്, കഴിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള റെസിപ്പി ജസ്റ്റ് കുറച്ച് ഉപ്പ്, നമ്മളൊരു ഏകദേശം ഒരു 800 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, അതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച്, അതായത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഏകദേശം 2 സ്പൂണ്, ചെറിയ സ്പൂണിൽ കുരുമുളക് പൊടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നല്ല കുറച്ച് സമയം വെക്കണം കേട്ടോ, ഇത് മാരിനേറ്റ് ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ജസ്റ്റ് ഒരു ചെറുനാരങ്ങ ചെറിയ, പിന്നെ തൈരാണ്. തൈര് പിന്നെ പുളിയില്ലാത്ത തൈരാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് കുറച്ച് ചെറിയൊരു പുളിയുള്ള തൈരാണ്. പിന്നെ ചെറിയൊരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, അതിൻ്റെ കൂടെ ഒരു 2-3 ഇതള് പിന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ ഒരു 4-5 പച്ചമുളക്, ഇതും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക, അത് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ അരച്ചെടുത്ത് അതിൻ്റെ കൂടെ ജീരകം കൂടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ജീരകം പൊടിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അരച്ച് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്ക് എന്താക്കിയത് ചിക്കനിലേക്ക് അപ്ലൈ ചെയ്യാം. ചിക്കന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഒക്കെ മസാല എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്ത് അതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കണം. അവിടെ ഉപ്പ് കൂടാനും കുറയുന്നു നിങ്ങളെ ഓരോ എല് പോലെയാണ്, ചിക്കൻ അനുസരിച്ചിട്ട് എടുക്കുക എല്ലാ സാധനങ്ങളും. അതുപോലെ തന്നെ മാരിനേറ്റ് ഏകദേശം 1 മണിക്കൂർ റെസ്റ്റിന് വെക്കുക. 1 മണിക്കൂർ റെസ്റ്റിന് വെച്ചതിന് ശേഷം നമ്മൾ എന്താക്കുക, ചെറിയൊരു ഫ്രൈ പാൻ എടുക്കുക. അത് കുറച്ച് വെളിച്ചെണ്ണ, കൂടുതൽ വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കാം, പൊരിച്ചെടുക്കാം. ഇത് 2 ടൈപ്പിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത് ഞാൻ ഫ്രൈ ഉണ്ടാക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ട് ഗ്രേവി ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റും. പൊരിച്ചെടുത്ത് പച്ച മസാലയാണ് കാണുന്നുണ്ടേ, നല്ല അടിപൊളി ടേസ്റ്റാണ് സാധനം, ഒരു വെറൈറ്റി. നമ്മൾ സാധാരണ മുളക് കൂട്ടി ഒരു ചുവന്ന കളറിൽ പൊരിച്ചെടുക്കൽ, അതല്ലാണ്ട് നല്ല പച്ച കളറിൽ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് പൊരിച്ചെടുക്കുന്നത്. കുറച്ച് ടൈം എടുക്കും എന്തായാലും. അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റീം ഫസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ കുറച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക, പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലും കൂടി ഇതാക്കിയാൽ സംഗതി സെറ്റാണ്. കുറച്ച് സമയം എടുക്കും എന്തായാലും പൊരിക്കുന്ന സാധനം, കരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരുന്ന് ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്, പൊരിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇത് ഏകദേശം പാകാവും. കുറച്ചൊരു ബ്ലാക്ക് കളർ അടിക്കും, അതായത് ചുവന്ന കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് എന്താക്കാൻ വേണ്ടി ഇത് മറ്റിലേക്ക് മാറ്റാം. എൻ്റെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സംഗതി നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. കാരണം നമുക്ക് വേറൊന്നും ഉപയോഗിക്കുന്നില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഈ ഒരു പരുവത്തിലാണ് സാധനം. ഇതാ റെഡല്ല, ഒരു ഗ്രീന് മയത്തിൽ സാധനം. എന്തായാലും സംഗതി കാണാൻ നല്ല വൈബാണ്, അടിപൊളിയാണ്, ടേസ്റ്റും കൂടിയാണ്. നിങ്ങളെന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനെല്ലാം ടേസ്റ്റ് നോക്കുക എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന്. സംഗതി നല്ല രസമുള്ള സാധനമാണ്, നല്ല അടിപൊളി. അപ്പോൾ എന്താക്കുക, നിങ്ങളെ ചങ്കുകൾക്ക് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കണ്ട. സാധനം സെറ്റാണ്, പൊളി.